ആദ്യം അപ്പുക്കുട്ടൻ്റെ അമ്മക്കുട്ടി എന്നായിരുന്നു ചാനലിന്റെ പേര്. പിന്നെ അത് പറയാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് എല്ലാരും പറയും ഭയങ്കര പോസിറ്റീവ് ആണെന്ന്. ഞാനിത് വേറുള്ളവർ പഠിക്കണ്ട, ജോലിക്ക് പോകണ്ടെന്ന് വിചാരിച്ച് പറയുന്നതല്ല. എനിക്ക് പേഴ്സണലി പുറത്തു പോയി വർക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല. ശ്വേതാമേനോന്റെ കൂട്ടിരിക്കാന്ന് ഒരു തവണ പറഞ്ഞിട്ട് ഏറിന്ന് താഴെ ഇറങ്ങിയില്ല. ഓരോരുത്തരും ഓരോന്ന് പറയും. ഈ ഫിൽറ്ററിന്റെ ഒക്കെ ആയിരിക്കും. ഇത് പറയുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും. എന്റെ കുഞ്ഞിലെ മുതലുള്ള സ്വപ്നമാണ്. ഹേർട്ട് ചെയ്തത് അത് ഇപ്പോഴും ഇൻസ്റ്റേ വരും. ഞാൻ പുള്ളിക്കാരത്തെ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നതിന്റെ ഒരു പവർ ഇപ്പൊ കിട്ടും. ഭയങ്കരമായിട്ടാണ് കേട്ടോ. നമുക്ക് നമ്മളെ അടിപൊളിയാക്കി വെക്കാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നയാ. എനിക്കൊരു ഒരുപാട് നേരം മിണ്ടാതിരിക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം. ഒരു പെൺകുട്ടി കല്യാണത്തിന് ശേഷം ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 90% ഹസ്ബൻഡിന്റെയും ഫാമിലിയുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പുക്കുട്ടനെ ജനിക്കണ്ടായിരുന്നു കുഞ്ഞെന്ന് വരെ തോന്നിയ ഒരു നിമിഷം ഉണ്ടായിരുന്നു. കരഞ്ഞ് എനിക്ക് വേണ്ടായിരുന്നു. സത്യമായിട്ടും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്ട്രഗിളും വിഷമങ്ങളും ഒന്നും ഇപ്പൊ തമാശയായിട്ട് പറയുന്നെങ്കിലും ഒരുപാട് രാത്രി ഉറങ്ങാതെ കരഞ്ഞ് 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 കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് അമ്മ ഇവിടെ നിന്നും പറഞ്ഞ് ഞാൻ ഓടിപ്പോയി അവിടെ ഇരിക്കും. എന്നിട്ട് കരയും. എന്റെ ലൈഫ് ഇവിടെ കഴിഞ്ഞു, തീർന്നു. എനിക്ക് തന്നെ തോന്നിയ തീർന്നു. ഞാനേ ഇന്ന് പുതിയൊരു റോളിലാ. മൈജി ബ്രാൻഡ് അഡ്വൈസർ. സെമി ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക്, ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ്, വാഷിംഗ് മെഷീന്റെ വൈഡ് റേഞ്ച് അല്ലേ മൈജിയിൽ. ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ നിന്നാണെന്ന് തീരുമാനിച്ചാൽ മനസമാധാനം അത് ഉറപ്പ്. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. ഹായ് ഹലോ, വെൽക്കം ടു മാറ്റിനി ലൈവ്. ഒരു സാധാരണ ഒരു വീട്ടമ്മ പെട്ടെന്നൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നു. അത് 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗസ്റ്റ് ആണെന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മൈ വേ കല്യാണി. വെൽക്കം ചേച്ചി. താങ്ക് യു. എങ്ങനെയുണ്ട് ഇൻട്രൊഡക്ഷൻ? ഓക്കെ, എങ്ങനെ പോകുന്നു? ഹാപ്പിയാണോ? ഹാപ്പി ആയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേര് എങ്ങനെയാണ് വന്നത്? മൈ വേ കല്യാണി. മൈ വേ കല്യാണി. ആദ്യം അപ്പുക്കുട്ടൻ്റെ അമ്മക്കുട്ടി എന്നായിരുന്നു ചാനലിന്റെ പേര്. പിന്നെ അത് പറയാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് ആരെങ്കിലും പറഞ്ഞു വേണ്ട, ആ പേര് വേണ്ട? ഇല്ല 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 ഇല്ല, എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ തന്നെ മാറ്റിയത്. ഇതും സ്വന്തം ഇഷ്ടത്തിന്? ഓക്കെ, ഭയങ്കര രസമുണ്ട് കേൾക്കാനായിട്ട് പേര്. എൻ്റെ വഴി തനി വഴി. അതെ. ഓക്കെ, അപ്പം ഒരു 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമേ അല്ല. അതും 1 ഇയറിനുള്ളിൽ തന്നെ അല്ലേ? അതെ. അപ്പം ആ ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, തുടക്കത്തിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തുടക്കത്തിൽ നല്ലപോലെ കഷ്ടപ്പെട്ടു. ഒരു ദിവസം 3-4 ഷോർട്സും ഒരു വീഡിയോയും വെച്ച് എന്നും ഇടുമായിരുന്നു. എന്നും ഡെയിലി. അങ്ങനെ ഇട്ടിട്ട് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നോ കുടുംബത്തിൽ നിന്നായാലും ഹസ്ബൻഡിൽ നിന്നായാലും? ഹസ്ബൻഡ് നല്ല സപ്പോർട്ട്, വീട്ടിൽ നിന്നും എല്ലാവർക്കും. ആർക്കും ഒരു പ്രശ്നവുമില്ല. സക്സസ് ആവണം. അതെ. ഓക്കെ, ഫസ്റ്റ് ഈ സക്സസ് അധികമൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് ആദ്യമൊന്നും. ഇപ്പം എപ്പോൾ തൊട്ടാണ് നമുക്കൊന്നും ഒരു ഗ്രീൻ സിഗ്നൽ കണ്ടു തുടങ്ങിയത്? എപ്പോൾ തൊട്ടാ? ആദ്യം നമ്മൾ സീരിയസ് ആയിട്ടൊന്നും തുടങ്ങിയതല്ല. സ്റ്റാർട്ടിങ്ങിൽ ചുമ്മാ പൂവ്, കായ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്തിടാൻ തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ സംസാരിച്ചിടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് വ്യൂസ് കയറാൻ തുടങ്ങി ഷോർട്സിനും. അങ്ങനെ 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 പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ വ്യൂസ് വന്നു. അതാണ് നമുക്ക് പറ്റുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫാൻസാണ്. ഇപ്പം നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ഫുൾ കമൻസ് ഈ സംസാരത്തെ കുറിച്ചിട്ടാണ്. ഇപ്പം ഞാൻ കണ്ടതിലും ഒരു വഴി പോകുന്ന പശു കാള പോലും വിടുന്നില്ല ചേച്ചി. ഭയങ്കര രസമുണ്ട് അത് കേൾക്കാനായിട്ട്. അപ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും അങ്ങനെ കല്യാണം കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് പറയാറുണ്ട് ചേച്ചി ഭയങ്കര ഇൻസ്പിറേഷനാണ്? എല്ലാവരും പറയും ഭയങ്കര പോസിറ്റീവ് ആണെന്ന്. ആക്ച്വലി ഞാനിത് വേറുള്ളവർ പഠിക്കണ്ട, ജോലിക്ക് പോകണ്ടെന്ന് വിചാരിച്ച് പറയുന്നതല്ല. എനിക്ക് പേഴ്സണലി പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല. പണ്ടേ ഇഷ്ടമല്ല എന്നും പറഞ്ഞ് ആരും പഠിക്കണ്ട, ജോലിക്ക് പോകണ്ട അങ്ങനെയല്ല. എനിക്ക് പേഴ്സണലി വീട്ടിൽ ഇരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഒരു ബോറടിക്കാൻ തുടങ്ങും ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന്. അപ്പം നമ്മൾ കൂടുതൽ ടൈം നമ്മളുടെ കൂടെ ആരും കാണില്ലല്ലോ. അങ്ങനെ എല്ലാവരും എല്ലാവരുടെയും ബിസി അല്ലേ. കുഞ്ഞും പോയി തുടങ്ങിയപ്പോൾ അങ്ങനെ ഞാൻ എന്നെ ബിസിയാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബ്. അപ്പോൾ അന്നേരം തോന്നി ജോലിക്കൊക്കെ പോയാൽ മതിയായിരുന്നു? ഇല്ല, തോന്നിയില്ല. യൂട്യൂബ് എൻജോയ് ചെയ്ത് തുടങ്ങി തുടക്കത്തിൽ നമ്മൾ ചെയ്യുമ്പം അതിൽ നിന്ന് ഏണിങ്സ് ഒന്നും പ്രതീക്ഷിച്ചല്ലോ. 3-4 മാസം നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടില്ല. പക്ഷെ നമുക്ക് ആ ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ
സൗന്ദര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ ഫുൾ കമന്റ്സ് നോക്കുമ്പോൾ മൊത്തം പല പല ആക്ട്രസസിന്റെ പേരാ പറയണേ. ലാസ്റ്റ് ആനഗസ്റ്റി വരെ ഞാൻ കണ്ടു. പിന്നെ ഞാൻ വെഡിങ് വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അതിൽ സിത്താരയുടെ ഒരു ഫേസ് കട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. തോന്നിയിട്ടുണ്ട് അങ്ങനെ? ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ട് ഏറി കയറിയില്ല, താഴെ ഇറങ്ങി. എന്തായിരുന്നു? ഞാൻ ശ്വേതാമേനോന്റെ കൂട്ടിരിക്കാന്ന് ഒരു തവണ പറഞ്ഞിട്ട് ഏറിന്ന് താഴെ ഇറങ്ങിയില്ല. എനിക്കറിയില്ല, എല്ലാരും ഓരോ കാഴ്ചപ്പാടായിരിക്കാം, ഓരോരുത്തരും ഓരോന്ന് പറയും. ഈ ഫിൽറ്ററിന്റെ ഒക്കെ ആയിരിക്കും. ഞാൻ കേട്ടു ഒരു ഇന്റർവ്യൂല്, എനിക്ക് ആഗ്രഹം കല്യാണം കഴിച്ച് കുടുംബത്തോടെ ടാറ്റ ഒക്കെ പറഞ്ഞ് അങ്ങനെ പോകാനായിരുന്നു ഇഷ്ടമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ലിവിങ് ഇൻ ഡ്രീം, ഇപ്പൊ ആ ഡ്രീമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അത് കിട്ടില്ല, ചിലർക്ക് വിചാരിക്കുന്നതേ കിട്ടില്ല. അപ്പൊ ആ ലിവിങ് ഇൻ ഡ്രീം എന്നുള്ളൊരു സാധനം അത് എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട്? ഇത് പറയുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും. എൻ്റെ കുഞ്ഞിലെ മുതലുള്ള സ്വപ്നമാണ് ഞാൻ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യമായിട്ടും സ്കൂളിൽ പഠിക്കുമ്പോൾ വരെ എനിക്കിങ്ങനെ ഫാമിലി ലൈഫ്, എനിക്ക് അതാണ് ഇഷ്ടം. അത് ഞാൻ സ്വപ്നം കണ്ട് മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയാവാം. ഞാൻ അതിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതാണെന്ന് തോന്നുന്നല്ലേ, യൂട്യൂബിലോട്ടും ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചേച്ചിനെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ഹാപ്പി ആയിട്ടിരുന്നാലേ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. എനിക്കിപ്പം ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, പക്ഷെ അങ്ങനെ ഇരിക്കുന്നതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. നമ്മളെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും, നമുക്ക് എപ്പോഴും നമ്മളെ കെയർ ചെയ്യുന്നില്ല, നമ്മളെ നോക്കുന്നില്ല എന്നൊരു ഒരു സൈഡ് വരും. അപ്പം നമ്മളും കൂടെ കുറച്ച് ബിസി ആയിട്ടിരുന്ന് കഴിയുമ്പോൾ രണ്ടുപേർക്കും നല്ല രസമാണ്. അടിപൊളി. ഞാൻ പിന്നെ പഴയ Q&A ഒക്കെ എടുത്ത് നോക്കി. 2 Q&A ഞാൻ കണ്ടു. പഴയ കല്യാണിയേ അല്ല, പുതിയ ഒരു ഭയങ്കര ഡിഫറെൻറ്റ്, കോൺഫിഡൻ്റ് ആണ്, കുറച്ചുകൂടെ സംസാരിക്കുന്നുണ്ട്, ഇമേജ് കോൺഷ്യസ് അല്ലെങ്കിൽ ക്യാമറ കോൺഷ്യസ് ഒന്നുമല്ല. അപ്പോൾ ആ ഒരു ചേഞ്ച് എങ്ങനെയുണ്ട്? നമ്മൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പുതിയതായിട്ടൊരു ഫ്രണ്ടിനെ കാണുമ്പോൾ നമ്മളെങ്ങനെ പരിചയപ്പെടുന്നത്? പതുക്കെ ആ ഒരു സെയിം സാധനമാണ് ഞാൻ യൂട്യൂബിനോട്. ആദ്യം നമ്മൾ സംസാരിക്കാനുള്ള പേടി അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ നമ്മളങ്ങോട്ട് അതുമായിട്ട് ഫ്രണ്ടായി നമ്മൾ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിക്കില്ലേ? സെയിം തന്നെയാണ് ഞാൻ. ഇപ്പോൾ പുതിയതായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പം ഹായ് സുഖാണോ, നമ്മൾ നമ്മുടെ ആ ഒരു ഇത് മാത്രമല്ലേ കാണിക്കുള്ളൂ. നമ്മൾ പരിചയം വരുമ്പോൾ സെറ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആവും. അതാണ് ഇവിടെ നടന്നത്. ഓക്കെ. ഞാൻ പറയാൻ വന്ന ഷോർട്സ് ആണ് ഫുൾ അപ്പുക്കുട്ടനാണ്. ഇപ്പൊ നമുക്ക് അപ്പുറത്തെ റൂമിൽ ഇരിക്കുമ്പോ കേൾക്കുമ്പോ അറിയാം ആരുടെ ഷോർട്സ് ഒക്കെ കാണുന്നത്. അപ്പൊ ആരെങ്കിലും പറഞ്ഞിട്ട് എപ്പോഴും ഇതിങ്ങനെ പറയേണ്ട റിപ്പീറ്റേഷൻ ആണ്, ഏതെടുത്തുന്നാലും ഇങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. എന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്യുന്ന ഒരു ഫാമിലി വ്ളോഗ് എന്റെ കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് എന്റെ അപ്പുക്കുട്ടനാണ്. ഹസ്ബൻഡ് ഇതിൽ വരില്ല, യൂട്യൂബിലോട്ട് വരില്ല, ഫേസ് റിവീൽ ചെയ്തിട്ടില്ല അങ്ങനെ. അതുകൊണ്ട് എനിക്ക് ആകെ ഉള്ളത് ഞാനും അവനും തമ്മിലുള്ള ആ മൽപ്പിടുത്തം. അപ്പൊ എന്റെ വായിൽ ഏറ്റവും കൂടുതൽ വരുന്ന അപ്പുക്കുട്ടൻ എന്നാണ്. പിന്നെ ഏറ്റവും ചിരിപ്പിച്ച ഏതെങ്കിലും കമന്റ് ഉണ്ടോ? കുറേ കമന്റ്സ് ഞാൻ കണ്ടു. കമന്റ്സിന്റെ ഭാഗത്താണ് ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ചോദിച്ചു അപ്പുക്കുട്ടന്റെ. അപ്പൊ അതുപോലെ കുറെ നല്ല നമുക്ക് തമാശ തോന്നിയ ഏതെങ്കിലും? ഒരുപാട് കമന്റ്സ് ഉണ്ട്, പക്ഷെ അത് ഓർത്തിരിക്കുന്നില്ല. നമ്മൾ വായിക്കുമ്പോൾ ഞാനത് വായിച്ചിട്ട് ഞാൻ ഇവിടെ എല്ലാവരെയും പറഞ്ഞു കേൾപ്പിച്ചുകൊണ്ട് കിടക്കും. അങ്ങനെ എന്തെങ്കിലും ഹേർട്ട് ചെയ്തൊരു കമന്റ് എന്തെങ്കിലും ഉണ്ടോ? ഹേർട്ട് ചെയ്തത് അത് ഇപ്പോഴും ഇൻസ്റ്റേ വരും. ഞാൻ പുള്ളിക്കാരത്തെ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചേക്കാണ്. അവളുടെ ഒരു കുപ്പുക്കുട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടും. ഞാൻ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് കയറി നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ നല്ല രസമുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് സമാധാനമായി, ഞാൻ ഇറങ്ങിപ്പോ. കുറേ കുക്കിംഗ് വീഡിയോസ് ഉണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ചിലപ്പോൾ സാധാരണ ഒരു ഡിഷ് ആയിരിക്കും, പക്ഷെ ചേച്ചി ഉണ്ടാക്കി അത് പറഞ്ഞ് വരുമ്പോൾ ഒരു രസമുണ്ട് അതിന്. അപ്പോൾ ഈ കുക്കിംഗ് ഒക്കെ എങ്ങനെയാണ് പഠിച്ചത്? ഫുൾ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു അതോ അതിന് മുന്നേ ചെയ്യുമായിരുന്നു? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് പതുക്കെ പഠിച്ചെടുത്തതാണ്. ഓക്കെ. അപ്പം ഞാൻ കുക്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സെഗ്മെന്റ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസാ, ചേച്ചി അതിന് ആൻസർ പറഞ്ഞാൽ മതി. ഫുഡ് ഡെലിവറി ആപ്പിൽ ലാസ്റ്റ് ഓർഡർ ചെയ്ത ഫുഡ്? ബിരിയാണി. ഓക്കെ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിയേർഡ് ഫുഡ് കോമ്പിനേഷൻ? ആരെങ്കിലും പറയുമ്പോൾ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു വിയേർഡ് കോമ്പിനേഷൻ ഫുഡ്? ഞാൻ ഫേവറേറ്റ് ഇഷ്ടമുള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ ചേച്ചി ഇപ്പം എന്നെക്കുറിച്ച് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ തക്കാളി, എന്നെ പുലിങ്ങി, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ, നമ്മളെന്ന് തോന്നിക്കുന്ന ഒരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു രൂപമല്ല ഞാൻ പറയുന്നത്, നമ്മൾ ജസ്റ്റ് പറയുമല്ലോ സ്ട്രോബെറി അങ്ങനെയൊക്കെ, അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? പൊട്ടറ്റോ ആയിരിക്കും. അല്ലല്ല, ഇടയ്ക്ക് തന്നെ അങ്ങനെ വിളിക്കാറുണ്ട്, അതുകൊണ്ട്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കംഫർട്ട് ഫുഡ്? കംഫർട്ടബിൾ ആയി നമുക്ക് എപ്പോഴും കഴിക്കാനൊക്കെ തോന്നുന്നു. പണ്ട് പൊറോട്ടയും ഇങ്ങനെ ബീഫും ചിക്കനും ഒക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അച്ചാറും കണ്ണിമാങ്ങ അച്ചാറും തൈരും കൂടെ. അതെന്താ പറയാ? പൊറോട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ച് മടുത്തു. പണ്ട് വീട്ടിലായിരിക്കുമ്പോ ഇതൊന്നും കിട്ടില്ല, പക്ഷെ ഇപ്പൊ ഇങ്ങനെ കിട്ടി ഇപ്പൊ അത് ഇഷ്ടം അത്ര മടുത്തു. ഓക്കെ. വേർസ്റ്റ് ഫുഡ് എവർ ടേസ്റ്റഡ്? ഇതുപോലൊരു വൃത്തികെട്ട ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല, അങ്ങനെ തോന്നിയതെങ്കിലും ഫുഡുണ്ടോ? ഇതുപോലെ വൃത്തികെട്ട ഫുഡ് നമുക്ക് ചിലപ്പം വേറെ സ്ഥലത്തുനിന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ ഇതുവരെ കഴിച്ചതിൽ ഭയങ്കര വേസ്റ്റ് ആയിരുന്നു എന്ന് തോന്നിയതെങ്കിലും?
ഒരു ഫുഡ് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ പോയ സമയത്തൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, ഞാൻ ഇഷ്ടമില്ലാത്ത കഴിക്കത്തില്ല. ഓക്കെ. വേഴ്സ്റ്റ് ഫുഡ് യു എവർ കുക്ക്ഡ്? കുക്ക് ചെയ്തതിൽ അത് ഞാൻ കഥ പറയാം. ഈ കുക്ക് ചെയ്യാൻ അറിയാൻ വയ്യാത്ത സമയമില്ലേ, അപ്പോൾ വീട്ടില് നമുക്കിങ്ങനെ കല്യാണം കഴിഞ്ഞൊക്കെ വന്നു കഴിയുമ്പോൾ കുക്ക് ചെയ്യാനൊക്കെ അമ്മായിമ്മയുടെ അടുത്തൊക്കെ ചെന്ന് കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലേ. അപ്പോൾ ഒരു തവണ ഞാൻ കുക്ക് ചെയ്തപ്പോൾ മീൻ്റെ അകത്ത് ഒരു കൊച്ചുള്ളി ഇട്ട് കുക്ക് ചെയ്തപ്പോൾ ഭയങ്കര സ്മെല്ലും ഭയങ്കര ടേസ്റ്റും കൂടി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് അധികം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റും സ്മെല്ലും ഒക്കെ വരുമെന്ന്. അങ്ങനെ ഞാനൊരു 10 കൊച്ചുള്ളി ഇട്ടങ്ങ് അരച്ച്. വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു. അതുപോലെ എല്ലാരും കഴിച്ചെന്തോ പറ്റിയോ, വേറെ ഇല്ലാത്ത കൊള്ളത്തില്ല, നീ കുക്ക് ചെയ്യണ്ടെന്ന്. പിന്നെ ശരിയാക്കിയോ? മനസ്സിലായി ഏത് കാര്യവും അളവിനിടുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. ഓക്കെ, അടിപൊളി. ഇപ്പൊ 1 ഡേ ഫുള്ള് കഴിക്കാൻ വേണ്ടിട്ടൊരു ഫുഡ് പറയാണ്, ഞാൻ എത്ര വേണമെങ്കിലും കഴിച്ചോളാം എന്ന് പറഞ്ഞു. ചോറ് മാത്രം? ചോറും തൈരും കണ്ണിമാങ്ങ അച്ചാർ. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പം ബോറടിച്ച് ഇതായിരുന്നു ഗെയിം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? കൊള്ളാം, അടിപൊളി. താങ്ക് യു. ഓക്കെ, ബോറടിച്ചിരുന്നപ്പോഴാണ് യൂട്യൂബ് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു. അപ്പം യൂട്യൂബിൽ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ലൈഫ് എങ്ങനെ പോവായിരുന്നു? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തേനെ, അങ്ങനെ എന്തെങ്കിലും കൊണ്ട്? എനിക്കിതേ അറിയൂ. യൂട്യൂബ് ഇല്ലായിരുന്നെങ്കിൽ സാധാ ഇതുപോലെ തന്നെ അങ്ങ് പോകത്തേ ഉള്ളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. എനിക്കൊരു ഒരുപാട് നേരം മിണ്ടാതിരിക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അതെൻ്റെ കംഫർട്ടായി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്കിത്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു 3 മാസം ഒന്നും പ്രതീക്ഷിക്കാതാണ് ഇതിൻ്റെ അകത്ത് ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൽ അത്രയും ഡെഡിക്കേഷനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസം 3-4 ഷോർട്സ് ഇടുക, ഒരു വീഡിയോ ഫുൾ ഇടുക, ഡേ ഇൻ മൈ ലൈഫ് തന്നെ. പക്ഷെ അതിന് ഒരുപാട് ടൈം എടുക്കും എഡിറ്റ് ചെയ്യാനും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും അല്ല. അപ്പം നമുക്ക് അത്രയും ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. ഞാൻ ഒരാളോട് പോലും ഷെയർ ചെയ്തും കൊടുത്തിട്ടില്ല, അറിഞ്ഞ് കയറി വന്നവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ടോ അത് സക്സസ് ആയി. ഓക്കെ, ചേച്ചിയുടെ ഹസ്ബൻഡിനെ അങ്ങനെ കണ്ടിട്ടില്ല. ഹസ്ബൻഡ് എങ്ങനെ നല്ല സപ്പോർട്ട് ചെയ്യുന്നത്? നല്ല സപ്പോർട്ടാണ്. കല്യാണ ശേഷമാണ് ചേച്ചിക്ക് ഒരുപാട്, ഇപ്പൊ ഫോട്ടോ പോലും നമ്മൾ കണ്ടു, കുറെ കൂടെ ഹാപ്പിയാണ്. ഞാനൊരു കമന്റും അത് കണ്ടിട്ടുണ്ടായിരുന്നു. കല്യാണ ശേഷമാണ് കുറെ കൂടെ ഹാപ്പിയായി, കുറെ കൂടെ ചേച്ചി കല്യാണി ആയതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആണോ? അതെ. ഓക്കെ. ആക്ച്വലി ഇപ്പൊ പറഞ്ഞില്ലേ, കല്യാണത്തിന് മുമ്പിനേക്കാളും കല്യാണത്തിന് ശേഷമാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന്. അത് ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്. ഒരു പെൺകുട്ടി കല്യാണത്തിന് ശേഷം ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 90% ഹസ്ബൻഡിൻ്റെയും ഫാമിലിയുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇപ്പം ഞാനിവിടെ ഇരുന്ന് കുക്കിംഗ് വീഡിയോ മാത്രമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ എനിക്കുള്ള ഒരു പേരാണ് മോഡേൺ കുലസ്ത്രീ എന്നുള്ളത്. എനിക്കത് വിളിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ എൻ്റെ ഫാമിലിയുടെ ഫുള്ള് സപ്പോർട്ടുണ്ട്. ഞാൻ കുക്ക് ചെയ്യാൻ മാത്രമല്ല, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് പുറത്ത് പോകണമെങ്കിൽ ഞാൻ പുറത്ത് പോകാറുണ്ട്. എനിക്കിന്ന് കുക്ക് ചെയ്യാൻ വയ്യെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തും കഴിക്കാറുണ്ട്. ഇതെല്ലാം നടക്കാറുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിന് മാത്രം എനിക്ക് തലയിൽ വെച്ച് തന്നക്കുന്ന ഒരിതാണ് മോഡേൺ കുലസ്ത്രീ എന്നുള്ളത്. അത് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഹസ്ബൻഡും ഫാമിലിയും എൻ്റെ വീട്ടിലായാലും ഭയങ്കര സപ്പോർട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരാണ്. അടിപൊളി. അല്ല, ഇപ്പൊ അങ്ങനെ ഒട്ടും സമ്മതിക്കാത്ത ആളാണെങ്കിൽ ഇങ്ങനെ വന്നിരിക്കില്ല. ഒരിക്കലും ഇല്ല. ഇങ്ങനെ ഇന്റർവ്യൂസ് കൊടുക്കില്ല. അപ്പൊ ഞാൻ ഹെയർ കളറിന്റെ കാര്യം പോലും ഞാൻ അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എന്റെ ഇഷ്ടമാണ്. എനിക്ക് കളർ ചെയ്യണം, ഞാൻ ചെയ്യും. ആ ഒരു രീതിയിൽ എന്നെ ഒന്നിനും ചെയ്യണ്ട അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്കൊരു പറച്ചിലുണ്ടേ, അയ്യോ ഞാൻ സീച്ചറിന്റെ കയ്യും കാലും പിടിച്ച് സമ്മതിച്ചു എന്ന്. അത് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ് കേട്ടോ. ഇപ്പം എനിക്ക് അത് കുഞ്ഞിലേ തൊട്ടേ പറയുന്നത് അച്ഛന്റെ കയ്യും കാലും പിടിച്ച് ഞാനത് സമ്മതിച്ചു എന്ന്. അതെന്റെ ആ ഒരു താളത്തിൽ പറയുന്ന കാര്യമാണ്. അല്ലാതെ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും. ഏറ്റവും അടിപൊളിയായിട്ട് വെക്കുന്ന ഡിഷ് ഏതെങ്കിലും ഉണ്ടോ? ഞാൻ ബീഫ് വെക്കും. കുക്കിംഗ് എല്ലാം നല്ലതായിട്ട് വെക്കും. എന്നാലും ബെസ്റ്റ് എന്ന് പറയുമല്ലോ. ബീഫ്, നോൺ വെജ് എല്ലാം, മോര് കറി എല്ലാം നന്നായിട്ട് വെക്കും. എപ്പോഴും കേൾക്കും കോവയ്ക്ക അടിപൊളിയാ. എന്റെ കോവയ്ക്ക റെസിപ്പി പരീക്ഷിച്ചിട്ട് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞ് എനിക്ക് റിപ്ലൈ ഒക്കെ അയക്കും. നമുക്ക് ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞ നേരത്തെ വിളിച്ചപ്പം ഹലോ എന്റെ അടുത്ത് ഞാൻ മേളിൽ നിന്ന് നേരത്തെ ചോദിച്ചു, എന്നോട് മിണ്ടോ, ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ആൻസർ പറയാന്നൊക്കെ ചോദിച്ചു. പറഞ്ഞാ പറയാം. കൊറേ പിക്സ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ വരയ്ക്കാൻ? സ്പൈഡർമാൻ കണ്ട ബുക്കിലുണ്ടായിരുന്നു. ഓക്കെ, സ്കൂളിലൊക്കെ എങ്ങനെയാ പറയോ? ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ അമ്മയുടെ വീഡിയോസ് കണ്ടു, അപ്പുക്കുട്ടനെ അതിൽ കണ്ടു എന്നൊക്കെ പറയോ? ആന്റിയോ? മിസ് കാണാറില്ല. ഫ്രണ്ട്സിന്റെ അമ്മമാരൊക്കെയോ? അവര് വന്ന് പറയും. അപ്പൊ ഹാപ്പി ആവും. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ?
പറ വിശേഷങ്ങൾ പറ. സ്കൂളിലെ വിശേഷം. ഹാപ്പി ആണോ, സുഖമാണോ? പറ. വയ്യ വയ്യ. ഓക്കെ, ഞാൻ ചോദിക്കുന്നു, ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ദക്ഷിണി കാശി. ഒരു ഹായ് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നമ്മളൊരു നല്ല സെഗ്മെന്റിലോട്ട് പോകാൻ പോവാണ്. ചേച്ചിയുടെ കണ്ണ് കെട്ടും, എന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ അടുത്ത് കൊണ്ട് വെക്കും. സ്മെല്ല് ചെയ്യണം. സ്മെല്ല് ചെയ്തിട്ട് അത് ഏത് വെജിറ്റബിൾ ആണെന്ന് പറയണം. ടച്ച് ചെയ്യാനൊന്നും പാടില്ല. ഓക്കെ, അപ്പുക്കുട്ടനും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഓക്കെ, റെഡി? ചെയ്യാം. ഓക്കെ ഓക്കെ, ഇവിടെ നമ്മൾ കുറേ വെജിറ്റബിൾസ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് അറിയത്തില്ല ഇത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് തരും. സ്മെല്ല് ചെയ്യണം. പച്ചക്കറി കടയിലെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ഇത് മിക്കതായിരിക്കും. ഏതാണെന്നുള്ളത് പറയണം. അത്രേ ഉള്ളൂ. ഓക്കെ, തുടങ്ങട്ടെ. അവിഞ്ഞ മണം വെള്ളരിക്ക. സെയിം സാമ്പാറിന് എടുക്കുമ്പോൾ എനിക്കറിയാം. ചെറിയൊരു അവിച്ചലുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ഞാൻ എടുക്കുകയാണേ. A few moments later. വഴുതനങ്ങ. എനിക്കറിഞ്ഞു. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് സാധനം ഞാൻ എടുക്കുകയാണേ. മത്തങ്ങ. ഷേ, സത്യം. സൂപ്പർ. ഇത് പെട്ടെന്ന് കിട്ടും എന്തായാലും. ഇതെനിക്ക് കിട്ടുന്നില്ല. എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. A few minutes later. കുക്കുംബറാണോ? കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ വെച്ചേക്കുവാ. മണത്തോ? ഇതിനൊരു മണവുമില്ല. ഉണ്ട്, അറിയാൻ പറ്റും. 12 seconds later. അറിയോ? കണ്ടിട്ടുണ്ടോ? ബീട്രൂട്ട്. കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ്. ഇവിടെ ഉണ്ടാക്കുന്നത് കുറവാ. വെച്ചിട്ടുണ്ട്. മണത്തോ? അവിഞ്ഞ നാറ്റത് എന്തായിരുന്നു? സാമ്പാറിലിടുന്ന എന്തെങ്കിലും കഷ്ണമോ? സാധനം കിട്ടും. മറ്റേ കട്ടിയുള്ള തൊണ്ട് ഇങ്ങനെയുള്ള. തൊട്ട് നോക്കണോ? ഓക്കെ. ആ, ഇത് ആ സാധനം തന്നെ. ഇങ്ങനെ ചെത്തി ഇത് കഴിഞ്ഞ അകത്ത് ഇത്രയും കട്ടി. എനിക്ക് പേരറിയത്തില്ല. പേരെന്ത് ചേച്ചി? പേരെനിക്ക് അറിഞ്ഞൂടാ. അത് ആ സാധനം തന്നെ. ഓ, പടവലം. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല കേട്ടോ. ഓക്കെ, അടുത്തത്. കുറച്ചുകൂടെ നോക്കിയിട്ട് തൊടാം. കിഴങ്ങാന്നോ? അല്ലേ? ആണോ? ആണോ? കിഴങ്ങാണ്, പക്ഷെ എന്ത് കറക്റ്റ് പേര് പറയണം. കിഴങ്ങയറ്റമാണ്, പക്ഷെ അതിൻ്റെ ഒരു പേരുണ്ട്. പൊട്ടറ്റോ ആണോ? കറക്റ്റ് ആണോ? ആ, അടിപൊളി. അടുത്തത് എന്തെങ്കിലും ഐഡിയ? ഒന്നുകൂടെ നോക്കിയേ. തൊട്ടോ? ക്യാരറ്റ്. അപ്പുക്കുട്ടൻ്റെ ഏറ്റവും ഇഷ്ടം. അടിപൊളി. അപ്പോൾ അപ്പുക്കുട്ടനോട് വെച്ചാൽ മതിയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഒരു മണമില്ലാത്ത സാധനമാണല്ലോ. ഇതിന് മണമൊന്നുമില്ല. ചെറിയൊരു മണമുണ്ട്. നോക്കി എന്നിട്ട് തൊട്ട് നോക്കാം. നോ ഐഡിയ. തൊട്ടോ? ചേന. അതെ, റൈറ്റ്. അറിയോ ചേന? അറിയാം. ഓക്കെ, നെക്സ്റ്റ്. പാവയ്ക്ക. ആണോ? ഓക്കെ, അടുത്ത. എൻ്റെ ഫേവറേറ്റ്. അടുത്തത് ഇത് മറ്റേ എന്തുവാ എൻ്റെ പേര്? എന്തോ പേര്? ഓ, ഇല്ലേ, മുരിങ്ങാക്കോല്. അതെ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ അല്ലേ, ലാസ്റ്റ് ആണ്. A few moments later. എന്തെങ്കിലും പരിചയം? ഇത് നീണ്ടിട്ടുള്ളൊരു സാധനം. എനിക്ക് വെണ്ടയ്ക്കായിരിക്കും. അതെ. ഓക്കെ, അടിപൊളി. ഇപ്പം എനിക്ക് തോന്നുന്നു ആകെ ഒരെണ്ണം മാത്രമേ ചേച്ചി പറയാതുണ്ടായിരുന്നു. ബാക്കി എല്ലാം പറഞ്ഞിട്ടുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുക്കളയിൽ ഭരണം. സാമ്പാറിലിടുന്ന കഷ്ണങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇതിൽ പറയാത്ത ഏതായിരുന്നു? ഇത് പറയാത്ത ബീട്രൂട്ട്. ബീട്രൂട്ട് ഇവിടെ കുറവാ. കോവയ്ക്കും കൂടെ വെക്കേണ്ടതായിരുന്നു, നമ്മൾ കോവയ്ക്ക വെച്ചില്ല. അപ്പോൾ ചേച്ചിയുടെ നമ്മൾ ബ്ലൈൻഡ് ഫോൾഡൊക്കെ ചെയ്ത് ഇത് മണപ്പിച്ച സമയത്ത് ഇവിടെ ഒരാൾ അത് കൊതി നോക്കി മോഹിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം അയാളെ നമ്മൾ ആ ഗസ്റ്റിലോട്ട് ആക്കി കണ്ണൊക്കെ കെട്ടി റെഡിയാക്കി ഇരുത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ ആരും പണിയെടുക്കത്തില്ല. അതെ, അതുകൊണ്ട് സമരം ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇനി ചെയ്യാൻ പോണത്, സ്മെല് ചെയ്യാൻ പോണത് അപ്പുക്കുട്ടനാണ്. തുടങ്ങാം. ഓക്കെ, അമ്മ ആദ്യം വെച്ച് തരട്ടെ. ഓക്കെ ഓക്കെ. വെണ്ടയ്ക്ക പിടിച്ചു നോക്ക്. എന്തോ വെണ്ടയ്ക്കാണോ? അയ്യോ, തെറ്റിപ്പോയി കേട്ടോ. ഊരരുത്.
അടുത്തത് കഴിഞ്ഞിട്ടില്ല. അടുത്തതേ ക്യാരറ്റ്, അതറിയാം, അത് ഫേവറേറ്റ് അപ്പുകുട്ടന്റെ. അതെപ്പോഴും കഴിക്കും. തക്കാളി, അച്ഛൻ എപ്പോഴും കഴിക്കുന്നതാ. നീ ഒളിഞ്ഞു നോക്കുവാന്നോടാ? അല്ല, വെള്ളരിക്ക. അപ്പൊ നീ തോറ്റു. എനിക്ക് അതിന്റെ പേരറിഞ്ഞൂടാ. ഇല്ല, ഒരെണ്ണം കൂടെ. ഓക്കെ, അപ്പുക്കുട്ടന് ഇത് പൊറ്ററ്റോ. പൊട്ടറ്റോ. അപ്പൊ ജയിച്ചിട്ടുണ്ട്. ചേച്ചി ജയിച്ചിട്ടില്ല, അപ്പുക്കുട്ടനാണ് ജയിച്ചിട്ടുള്ളത്. അപ്പുക്കുട്ടൻ എന്റെ കൂടെ അടുക്കളയിലുണ്ട് കുക്ക് ചെയ്യാൻ. ചേച്ചി കുറേ റെസിപ്പീസ് അറിയാം, ഒരുപാട് പറയും. ഇപ്പം ബാച്ചിലേഴ്സ് ഒക്കെ ഇങ്ങനെ കുക്ക് ചെയ്യാനൊന്നും അറിയാത്ത, മാഗി മാത്രം തിന്ന് ജീവിക്കുന്ന കുറെ പേരുണ്ട്. അവർക്കൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും റെസിപ്പി? മുട്ടക്കറി ഞാൻ ഇട്ടിട്ടുണ്ട്. ആണോ? നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വരട്ടി ഉണ്ടാക്കണ്ടേ? കുക്കർ എടുത്ത് വെക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, ഉള്ളി ഇടുക, 2 വിസിൽ കൊടുക്കുക, അരപ്പെല്ലാം ഇടുക. സത്യമായിട്ട് നല്ല അടിപൊളി മുട്ടക്കറിയാണ്. മുട്ട വേവിച്ചിടുക, നല്ല കുറുകി ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ ചിലപ്പോ, നല്ല അതുപോലെ ഇരിക്കും. എത്ര വരട്ടിയാലും ആ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പൊ മറ്റേതായിട്ട് എന്താ വ്യത്യാസം നമ്മൾ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടി ഭയങ്കര ടേസ്റ്റാ. നമ്മൾ മറ്റേത് ഇങ്ങനെ ഇളക്കി വരട്ടി എടുക്കണ്ടേ. ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്തോ, ഉറപ്പായിട്ട്. കുക്കർ എടുത്ത് വെക്കുക, എണ്ണ ഒഴിക്കുക, എണ്ണ ചൂടായി കഴിയുമ്പോൾ വേണമെങ്കിൽ ഇഞ്ചി മുളകും ഒന്നും വേണ്ട, ഉള്ളി ഇടുക, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക, അടയ്ക്കുക, ഒരു 2-3 വിസിലടിക്കുക, തുറക്കുക, മുളക് പൊടി, മല്ലിപ്പൊടി, സാധാ മുട്ടക്കറിയുടെ ഇതെല്ലാം ഇടുക, പച്ചമണം മാറുന്നവരെ ഇളക്കുക, മുട്ട വേവിച്ചിടുക. സൂപ്പറാണ് സത്യമായിട്ടും. ഒരു ദിവസം ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തവരല്ല, അടിപൊളിയായിട്ട്. നമ്മൾ വരട്ടി എടുക്കുന്നതിനെക്കാട്ടി ടേസ്റ്റാ. പിന്നെ ചേച്ചി എന്താ, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കത്തില്ലല്ലോ, അപ്പൊ ഡള്ളായിരിക്കുന്ന ദിവസമൊക്കെ എന്താ ചെയ്യാ? ഞാൻ ഡള്ളായിട്ടിരിക്കും. ഞാനപ്പോൾ എന്നെ ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ പുറത്ത് പോവും, കറങ്ങാൻ പോവും, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം വാങ്ങും, അങ്ങനെ ചെയ്യും. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാവും. ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടുകാർക്കും പിള്ളേർക്കും എല്ലാവർക്കും വേണ്ടി മാത്രം പണിയെടുക്കുവാണെങ്കിൽ എനിക്കിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവും. ഞാൻ എനിക്ക് വേണ്ടി എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങും. എനിക്ക് കുറെ ഡ്രസ്സൊക്കെ വാങ്ങിയാൽ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന വേറൊരു കാര്യമില്ല കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങും, ഇഷ്ടമുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം വാങ്ങും. എനിക്കിപ്പോൾ ഫുഡ് കഴിക്കാനോ തോന്നുന്നെങ്കിൽ ഓക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവും, അങ്ങനെ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആവും. അപ്പം എനിക്ക് തോന്നും ഓക്കെ ഇനി വർക്ക് ചെയ്യണം, എന്നാലേ. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നതിൻ്റെ ഒരു പവർ ഇപ്പൊ കിട്ടും. ഭയങ്കരമായിട്ടാണ് കേട്ടോ. നമുക്ക് നമ്മളെ അടിപൊളിയാക്കി വെക്കാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടെ നമ്മൾ സൂപ്പർ ആവും. അതിന്റെ ഒരു സുഖം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഇപ്പൊ കൊറേ പേരുണ്ടാവല്ലോ ഒന്നിനും പറ്റുന്നില്ല, അപ്പൊ അവരുടെ അടുത്തൊക്കെ ചേച്ചി എന്തെങ്കിലുമൊക്കെ പറയാൻ കഷ്ടപ്പെട്. എല്ലാവർക്കും പഠിച്ച് ഇന്നതാവണമെന്നൊന്നും അങ്ങനൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്ത് എല്ലാവരും ഒരു സെക്ഷനിൽ മാത്രമായിട്ടിരിക്കത്തില്ലേ? ഡോക്ടേഴ്സ് എങ്കിൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് എങ്കിൽ എഞ്ചിനീയേഴ്സ്, എല്ലാവരും വേണ്ടേ? അതിൽ ബെസ്റ്റ് ആവുക. നിങ്ങൾ ഏത് കാര്യം പഠിക്കുക, ഏത് കാര്യമാണോ ചെയ്യുന്നത് അത് പഠിക്കുമ്പോൾ ചിലർ പറയത്തില്ലേ, ഓ അതിന് പോകണ്ട, സ്കോപ്പില്ല, നിങ്ങൾക്കത് ചാൻസ് കുറവാണെന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയൊന്നുമില്ല. ഏത് കാര്യമായാലും അതിൽ ബെസ്റ്റ് ആവാൻ ട്രൈ ചെയ്യുക, രക്ഷപ്പെടും. അപ്പുകുട്ടനോട് എന്താ പറയാറ്? ഇങ്ങനെ തന്നെയാ പറയുന്നത്. അവൻ എന്താണോന്നോ എങ്ങനെയാണോ, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. അവന്റെ ലൈഫിൽ അവൻ ജീവിക്കുക, അവൻ വളരുക, നല്ല കുട്ടിയായിട്ട് വളരാന്ന് മാത്രമേ ഉള്ളൂ. ക്ലാസ്സിൽ ഫസ്റ്റ് ആവണമെന്നോ ഇത്ര മാർക്ക് വാങ്ങിക്കണമെന്നോ ഒന്നുമില്ല. മുട്ടയൊക്കെ വാങ്ങിച്ചോണ്ട് വരും ഇവിടെ. ലോകത്ത് ഏറ്റവും ഞങ്ങളായിരിക്കും, അച്ഛനും അമ്മയായിരിക്കും. അപ്പൊ വന്നാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. കൂളായിട്ടാ. അച്ഛാ വിഷമിക്കണ്ട, എന്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മുട്ട ഉണ്ടായിരുന്നു, അതുകൊണ്ട് അച്ഛൻ വിഷമിക്കണ്ടെന്ന് പറയും. പക്ഷെ നമ്മൾ ഒരുപാട് പിടിക്കാത്തതുകൊണ്ട് അവൻ പഠിക്കേണ്ട ടൈമിൽ അവൻ പഠിക്കും, കുഴപ്പമൊന്നുമില്ല. ഈ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു നമുക്ക് അങ്ങനെ വളർത്താം, ഇങ്ങനെ വളർത്താം? ഉണ്ടായിരുന്നു. എനിക്ക് ചോക്ലേറ്റ് ഞാൻ ഒരു കാരണവശാലും കൊടുക്കത്തില്ല, ജങ്ക് ഫുഡ് കൊടുക്കത്തില്ല, ഇങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ റിയാലിറ്റിയിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോഴേ ആ ഒരു ടൈം എന്നൊക്കെ പറയുന്നത് എനിക്കില്ല സിനിമയിലെ പോലെ ആയിരുന്നുടാ. മറ്റേ വിജയുടെ സിനിമയ്ക്കകത്ത് അവന്റെ ഒരു പാട്ട് കഴിയുമ്പോൾ പ്രസവിച്ച് കൊച്ചു വളരത്തില്ലേ, സത്യമായിട്ടും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്ട്രഗിളും വിഷമങ്ങളും ഒന്നും ഇപ്പൊ തമാശയായിട്ട് പറയുന്നെങ്കിലും ഒരുപാട് രാത്രി ഉറങ്ങാതെ കരഞ്ഞ് അപ്പുകുട്ടനെ ജനിക്കണ്ടായിരുന്നു കുഞ്ഞെന്ന് വരെ തോന്നിയ ഒരു നിമിഷം ഉണ്ടായിരുന്നു. കരഞ്ഞ് എനിക്ക് വേണ്ടായിരുന്നു. എന്നിട്ട് ഞാനിരുന്ന് ആലോചിക്കും, ഈ പ്രസവിച്ച് ഉടനെ പിള്ളേർ മരിച്ചു പോകത്തില്ലേ, അങ്ങനെയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നൊക്കെ ആലോചിക്കും. അത്രയും ബുദ്ധിമുട്ടാണ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഭയങ്കരമായിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു.
പക്ഷെ ഇപ്പൊ ഹാപ്പി ആണല്ലോ. അതെ. ഇപ്പൊ ഓടിച്ചാടിക്ക് നടക്കുന്ന അടുത്തിനി ഒരു ബേബി എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിതിൽ എക്സ്പേർട്ടാണ്. എനിക്ക് അറിയാം ആ ഒരു ടൈമിൽ നമുക്ക് കുഞ്ഞ് എന്തിനാ കരയുന്നേ, നമുക്ക് ആ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് വന്നാൽ മതി കുഞ്ഞ്, അപ്പൊ നമുക്ക് ഇങ്ങനെ കമന്ന് കിടക്കാലോ, അങ്ങനെയൊക്കെ ഓരോന്നാ. അത് കഴിയുമ്പോൾ നമുക്ക് തോന്നും തല ഉറച്ചാൽ മതി, പിന്നെ തോന്നും ഒന്ന് നടന്നു തുടങ്ങിയ അങ്ങനെ. പക്ഷെ ആ ഒരു 4 വർഷം എന്ന് പറയുന്നത് നമ്മൾ ആ കുഞ്ഞിന് വേണ്ടി തന്നെ മാറ്റി വെക്കേണ്ടി വരും. ആ 4 വർഷം ഒരുപാട്. എങ്കിലും നമുക്ക് ആ 6 മാസം ഇല്ലേ തുടക്കത്തിൽ, ഉറക്കം ശരിയാവാത്തതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട് വരും, ബോഡിയിൽ വന്ന മാറ്റങ്ങൾ, അങ്ങനെ ഒരുപാട് ഇത് വരും. എനിക്കറിയാം ഇപ്പോഴും ഒരുപാട് പേര്, ഞാനൊരു ഡെലിവറിയുടെ സ്റ്റോറി ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മാത്രമല്ല അഭിനയിക്കുന്നത്. നമ്മൾ അതുവരെ ഇപ്പം നമ്മൾ 12 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ നമുക്ക് 12 മണി തൊട്ട് 8 മണി വരെ കണ്ടിന്യൂ ഉറങ്ങാം, ഇടയ്ക്ക് ഉറക്കം ബ്രേക്ക് ആവുന്നില്ല. പക്ഷെ കുഞ്ഞിനെ നമ്മൾ അരമണിക്കൂർ കൊണ്ട് എണീറ്റ് ഇരിക്കുകയാണ്. സോ നല്ല പോലെ പ്രിപ്പയർ ആയിട്ട് ഇതൊന്നും അല്ല, ഓക്കെ നമുക്ക് സ്വയം തോന്നും ഓക്കെ എനിക്കൊരു ബേബി വേണം, അപ്പം മാത്രം. അതുമല്ല നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി ആണെങ്കിൽ ഹെൽപ്ഫുൾ ആണ്. കുറെ എനിക്ക് തോന്നുന്നു പഴയ ആൾക്കാരായോണ്ടായിരിക്കാം, നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ ഇപ്പൊ സീച്ചേട്ടനും അറിയത്തില്ലായിരുന്നു ആ ഒരു ടൈമിൽ, ഭയങ്കര കെയറിങ് ആയിരുന്നു. ഇങ്ങനെ പോകുമ്പോൾ അയ്യോ തട്ടല്ലേ പിടിക്കല്ലേ, ഭയങ്കര കെയറിങ്. ആഫ്റ്റർ ഡെലിവറി എല്ലാവരും കുഞ്ഞിലേക്കായി, നമുക്ക് എന്താണ് ഇങ്ങനെ അതറിയില്ലായിരുന്നു. ഞാനിരുന്ന് കരയും കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കി കിടത്തിട്ട് ഞാൻ 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് അമ്മ ഇവിടെ നിന്നും പറഞ്ഞ് ഞാൻ ഓടിപ്പോയി അവിടെ ഇരിക്കും, എന്നിട്ട് കരയും. എൻ്റെ ലൈഫ് ഇവിടെ കഴിഞ്ഞു, തീർന്നു. എനിക്ക് തന്നെ തോന്നിയ തീർന്നു, എൻ്റെ ലൈഫ് തീർന്നു, കഴിഞ്ഞു. ഭയങ്കര ഒരു ഫീലിംഗ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും നാളും നമ്മൾ പ്രസവത്തിൻ്റെ 2 ദിവസം മുമ്പ് വരെ തിയേറ്ററിൽ പോയി സിനിമയൊക്കെ കണ്ടിരുന്ന നമ്മളെ പെട്ടെന്ന് ഒരു മുറിയിൽ അങ്ങ് അടയ്ക്കും, എന്നിട്ട് പുറത്തിറങ്ങരുത്, അങ്ങനെ ഇറങ്ങരുത് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഡെലിവറി കഴിഞ്ഞ് 28 ഞാൻ പുറത്തിറങ്ങി. എനിക്ക് പുറത്തിറങ്ങുമ്പോഴേ എനിക്കൊരു ആശ്വാസം കിട്ടുന്നുള്ളൂ. ഞാൻ പുറത്തിറങ്ങി, ഞാൻ എന്നിട്ട് പറയും എനിക്ക് പുറത്തിറങ്ങണം, എനിക്ക് ഒരു റൂമിൽ മാത്രം അടച്ചു കിടക്കാൻ പറ്റില്ല. എൻ്റെ കംഫർട്ട് അപ്പൂനെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ടൈമിൽ എൻ്റെ വീട്ടിൽ ഹാളിൽ ദിവാങ്കോട്ടായിരുന്നു, അവിടെയാണ് ഞാൻ കിടക്കുക. പക്ഷെ വരുന്ന ചിലർ പറയും റൂമിൽ കുഞ്ഞിനെയും എന്നെ ആരും കാണരുത്, നമ്മളിങ്ങനെ അടച്ചു പൂട്ടി. എനിക്ക് പറ്റില്ല, എൻ്റെ വീട്ടിലും അത് പ്രശ്നമല്ലായിരുന്നു. സോ എനിക്കിഷ്ടമുള്ളയിടത്ത് ഞാൻ നിന്ന് കിടക്കുക. പിന്നെ നല്ല മൊമെന്റ്സ് ഉണ്ടല്ലോ, ഇപ്പം പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞൊരു മൊമെന്റ്, അതെങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വട്ടായിരുന്നു. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ മറ്റേ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ഇത്രയും വയറാവണം എന്ന് ഭയങ്കര ആഗ്രഹമല്ലേ. പിന്നാണ് നമ്മൾ അറിയുന്നത് ഇതിൻ്റെ വയറായി വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനാണെങ്കിൽ അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ചൊക്കെ പറഞ്ഞു. അറിയത്തില്ല, അന്ന് 22-23 വയസ്സല്ലേ ഉള്ളൂ. നമ്മളെ ഇതില് ചാടിത്തുള്ളി എല്ലാരെയും വിളിച്ചു പറഞ്ഞു. പിന്നെ അറിയുന്ന അങ്ങനെ പറയരുത്, ഹാർട്ട് ബീറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം പറയാൻ, അങ്ങനെയൊക്കെ അറിയുന്ന. പിന്നെ അത് ടെൻഷനായി, അയ്യോ എന്താണെന്നൊക്കെ. അങ്ങനെ ജനിച്ചൊരു മൊമെന്റ്, മുഖം കണ്ടൊരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. എനിക്ക് മോളാണെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ. എൻ്റെ അമ്മയിലെ മനസ്സിൽ മോളാടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ കുഞ്ഞിനെ എൻ്റെ കൊണ്ട് തന്നപ്പോ എൻ്റെ കൂടെ ഉള്ള എല്ലാവർക്കും മോളാ, എനിക്ക് മാത്രം മോല. അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞ് മാറിപ്പോയോ ഇനി മോളെന്നും പറഞ്ഞപ്പോ ഞാൻ അയ്യോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് പിന്നെ നേഴ്സിങ്ങിന് ഉമ്മയൊക്കെ തന്നിട്ടാണ് ഞാൻ കൊണ്ടുപോയി. അപ്പൊ പേരൊക്കെ പെൺകുട്ടിയുടെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നേക്ക ആദ്യം? അയ്യോ, പിന്നെ എങ്ങനെ പേര് ഇത് പെട്ടെന്ന്? പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എഴുതി കൊടുക്കണല്ലോ പേര്. അല്ല, ബോയ് ആണെങ്കിൽ എനിക്ക് വലിയ ഇതൊന്നുമില്ല, എസ് വെച്ചിടാന്ന് അതെല്ലാം എൻ്റെ സെക്ഷനായിരുന്നു, ആരും അതിൽ ഇടപെട്ടോ ഒന്നുമില്ല. അപ്പൊ ബോയ് ആണെങ്കിൽ ഞാൻ ഒരു പേര് കണ്ടുപിടിച്ചു. പക്ഷെ ഗേൾ ആയിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു സാരല്ല, കിട്ടിയത് കൊണ്ട്. പക്ഷെ ടീച്ചറിനും ഒക്കെ ബോയ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് ഗേള് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. നെക്സ്റ്റ് വീണ്ടും ഒരു ടാസ്ക് ആണ്, ഇതും കുക്കിങ്ങുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്. ഒരു കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മീൻ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബ്ലൈൻഡ് ഫോൾഡ് ആയിരിക്കും, തൊടണം, ഏതാണെന്ന് കണ്ടുപിടിക്കണം. ശരിക്കും ഭയങ്കര എളുപ്പമായിരിക്കും, കാരണം ഞാൻ മീനിന്റെ അകത്ത് എന്നും നിന്റെ വീട്ടിൽ മീനുള്ളത്. മട്ടനൊക്കെ വലിയ മട്ടനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ മട്ടനൊന്നും നമുക്ക് കിട്ടിയില്ല, നമ്മൾ വന്ന വഴിക്ക് കിട്ടിയ മീനൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പം മോന് വേണമെങ്കിൽ വേണ്ട അത് എന്നിട്ട് ദേഹത്ത് തന്നെ വെച്ച് തേക്കും. ഓക്കെ നോക്കാം, ഞാൻ കെട്ടിത്തരാം. ഇവിടെ 2 പ്ലേറ്റിലായിട്ട് ഒരു 5 ടൈപ്പ് മീൻ കൊണ്ട് വെച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് തന്നതാണ്. ഓക്കെ, ഞാൻ പൊക്കി ഇങ്ങനെ വെക്കാം, ചേച്ചി തൊട്ടാൽ മതി. എൻ്റെ ഫ്രണ്ടിലുണ്ട്, തൊട്ടോ. അയലയാണോ? അടിപൊളി ആണോ? ഓക്കെ, സൂപ്പർ, 1 പോയിന്റ്. അടുത്തത്, അയ്യോ, രണ്ടാമത്തെ മത്തി അല്ലേ? ആണോ? ഉറപ്പാണോ? മാറ്റില്ലല്ലോ, മത്തി കറക്റ്റ്. ഇനി അടുത്തത് കുറച്ചധികം വാങ്ങിക്കേണ്ടി വാങ്ങണമായി കുറഞ്ഞു പോയി. ഇതെന്ത് മീൻ? വെറൈറ്റി മീനാണ്, വാലൊന്നും ഇല്ലാത്ത മീനാണ്. A few moments later.
ഓ മുറിച്ച് കളഞ്ഞോ പൂ. മുറിച്ചതാ, പകുതിയാക്കിയത്. ഇത് വാള അതോ നെയ്മീനോ? വാള ഉറപ്പ്? നോക്കട്ടെ. അത് വാള. ഇത് വെട്ടും എന്റെ കയ്യിൽ ഇതുപോലെ മുള്ളു കയറും. വാള ഇന്നിട്ട വീഡിയോക്കകത്ത് ഞാൻ വാള മുറിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത്. ഇത് നമ്മുടെ മറ്റേ എന്തോ എന്റെ പേരെന്നറിയാവോ? എനിക്കറിയില്ല. സൈഡില് മുള്ള്. ഇത് തൊലിയിരിക്കും. തൊലിയിരിക്കും. മറ്റേ എന്തോ ബ്രാഹ്മണപ്പാര. ഉറപ്പാണല്ലോ? ആന്ന് ഇതാ ഇവിടെ കട്ടി അല്ല. ആന്ന് ഓ, ബ്രാഹ്മണപ്പാര. ഓക്കെ. മഞ്ഞിച്ചിരിക്കും, അതുകൊണ്ട് ബ്രാഹ്മൺസ് എന്ന് പറയും. ചിറകിന്റെ അവിടെ ഒരു മഞ്ഞ. അതായിരിക്കും. ഓക്കെ, അപ്പൊ അടിപൊളി. ഓക്കെ. കുറേ ഫാൻസ് ഉണ്ട്. ഒരു ഡ്രസ്സ് ഇട്ടാൽ പോലും ലിങ്ക് ചോദിക്കുന്ന, അപ്പുക്കുട്ടനെ കണ്ടില്ലെങ്കിൽ തിരക്കുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്താ പറയാൻ? അവര് മതി, അത്രേ ഉള്ളൂ. വേണ്ടാത്തവരൊന്നും വേണ്ട. 8 ലക്ഷം പേരുണ്ടെങ്കിൽ അത്രയും പേര് നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ, അത് മതി, അത്രേ ഉള്ളൂ. അപ്പം ഹാപ്പിയാണ്. നല്ല ഇനി എന്നെ കണ്ടിട്ട് ഹാപ്പി അല്ലെന്ന് തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് തോന്നുന്നുണ്ടോ? ചുമ്മാ നല്ല ഹാപ്പിയാണ്. കുറച്ചുകൂടെ സുന്ദരി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോയിൽ കാണുന്നേക്കാളും. ഇനിയിപ്പോ വീഡിയോ വരുമ്പോ കണ്ടോളൂ ഇത് പറഞ്ഞു. അല്ല, വീഡിയോക്കാളും കുറച്ചുകൂടെ നേരിട്ട് സുന്ദരിയാണ്. ആണോ? അടുത്ത പ്രാവശ്യം കാണുമ്പോൾ കുറച്ചുകൂടെ സുന്ദരിയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നല്ല സമയം ഈ അടിപൊളി ഒരു വീട്ടില്, നല്ലൊരു രസമുള്ളൊരു വീട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾക്ക് കുറച്ച് ടൈം തന്നു. സോ താങ്ക് യു സോ മച്ച്.